ഒരു കിടപ്പ് രോഗി, അതല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം വന്നോ, അല്ലെങ്കിൽ ഒരു കിഡ്നി സംബന്ധമായ രോഗം വന്നോ, ഒരവസാന സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് PTH ആശ്രയിക്കുന്നത്. പക്ഷെ അവർക്ക് പ്രതീക്ഷയാണ്. ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഫോൺ കോളുകൾ വന്നാലും അതൊരു പ്രതീക്ഷയോടുള്ള കോളുകളായിരിക്കുമെന്ന നിലയിൽ തന്നെ ആവുന്നത്ര ആശ്വാസവാക്കുകളും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ കേരളത്തിലെ മുഴുവൻ രജിസ്റ്റർ ചെയ്ത വളണ്ടിയർമാരെയും ഒന്നിച്ചിരുത്താനും ഒരു ദിവസം മുഴുവനും പരസ്പരം ബന്ധപ്പെടാനും പരിചയം പുതുക്കാനും ഒക്കെ ലഭിച്ചിട്ടുള്ള ഈ ഒരു അസുലഭമായ സന്ദർഭം PTHന്റെ ചരിത്രത്തിൽ പുതിയ ഓരോ നാഴികക്കല്ലായി ചേർത്ത് വെക്കലായി നമുക്ക് തോന്നുകയാണ്. ഒരു അടയാളപ്പെടുത്തലാണിത്. നാഥന് സ്തുതി പറയുന്നു, ദൈവത്തിന് സ്തുതി പറയുന്നു. വേദനിക്കുന്ന മനുഷ്യന്റെ പ്രയാസം മാറ്റി ഏറ്റവും നല്ല മരണത്തെ സമ്മാനിക്കാൻ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായി എന്നുള്ള അഭിമാനം ഇവിടെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുകയാണ്. ഒരു നയാ പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ആ വേദനിക്കുന്നവരെ, അതായത് മരണാശയ്യരായവരെ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരെ അവസാന സമയങ്ങളിൽ ശുശ്രൂഷിച്ച് അവർക്ക് സുന്ദരമായ ഒരു മടക്കത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം പ്രശംസനീയമാണ്. മാത്രമല്ല, ഞങ്ങൾ ഡോക്ടേഴ്സ് ചെയ്യുന്നതിനേക്കാളും വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ മനുഷ്യർക്ക് ചികിത്സ മാത്രമല്ല ശാന്തനം കൊടുക്കുന്ന ആളുകളാണ്. ഓരോ രോഗിയുടെയും അന്തസ്സോടുള്ള ഈ മരണം അത് ഓരോ രോഗിയുടെയും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് ഓരോരുത്തരും മനസ്സിലാക്കണം. എങ്ങനെ മരിക്കണമെന്നുള്ളത്, അന്തസ്സോടെ മരിക്കണമെന്നുള്ളത് അത് ആർട്ടിക്കിൾ 21 പ്രകാരം അത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത് മൈത്ര ഹോസ്പിറ്റലിലും ഒരു കഡാവർ ഡൊണേഷൻ നടന്നു. നമ്മൾ ഇപ്പോൾ പറയുന്ന മിക്ക സിനാരിയോസും അതിന് പറ്റില്ല. ഇപ്പൊ ക്യാൻസർ വന്ന് ടെർമിനൽ ഇല്ലായ ആൾക്കാർക്കൊന്നും അവയവം ദാനം ചെയ്യാനോ അതെടുക്കാനോ പറ്റില്ല. പക്ഷേ ഈ സമൂഹം, ഇനി വളർന്നു വരുന്ന സമൂഹത്തിന് അതൊക്കെ ഒരു മാതൃകയാവണമെന്നും നമ്മൾ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്നും ഉള്ളൊരു അഭിപ്രായക്കാരനാണ്. രോഗിയുടെ ബുദ്ധിമുട്ട് എന്താണ്, ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക സഹായവും എല്ലാം, അതുപോലെ അവരുടെ കാര്യങ്ങൾ അനുസരിച്ച് ചിലവരൊന്നും മിണ്ടില്ല. അപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം ഇരുന്ന് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ പേഷ്യൻസിന്റെ ആഗ്രഹങ്ങൾ എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, അത് സാധിപ്പിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ വോളണ്ടിയർ എന്ന നിലയിൽ, പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൂർണ്ണമായി നഗ്നനാക്കിക്കൊണ്ടൊരു രോഗിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിചരിക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ അന്തസ്സായി മരിക്കണമെന്ന് നമ്മളിവിടെ പറയുന്നു. ഒരു മനുഷ്യന്റെ അവസാനം വരെയുള്ള അന്തസ്സ് മുടിക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഒരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായ രോഗികൾക്ക് ഒരു സാന്ത്വനമേയിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരേണ്ട ആളുകൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തിരിച്ചു വരരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ്മാരോട് ഓരോരുത്തരോടും പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ കൂടി പാഠ്യപദ്ധതിയിൽ കൂടി ആതുര സേവന രംഗത്തുള്ള പരിശീലനം കൊടുക്കുന്നത് എന്തുകൊണ്ടും വളർന്നു വരുന്ന ഒരു തലമുറയെ കൂടി ഇതിലേക്ക് അടുപ്പിക്കുന്നതിന് പ്രയോജനകരമായിരിക്കുമെന്ന് സാന്ദർഭികമായി ഞാനിവിടെ അഭിപ്രായപ്പെടുകയാണ്.